പെരിനാട് ന്യൂസ് മീഡിയയിലേക്ക് സ്വാഗതം. കാറ്റടിച്ചാൽ കലിയിളകും അഷ്ടമുടിക്കായൽ, കാറ്റു നിന്നാൽ ഓളം തല്ലും അഷ്ടമുടിക്കായൽ. അഷ്ടമുടി മലയാളികൾക്ക് എന്നും ഗൃഹാതുരത്വമുണർത്തുന്ന ഒരു കായലാണ്. ഓളപ്പരപ്പിൽ സൂര്യപ്രകാശം തട്ടുമ്പോൾ ചിലമ്പി ഒഴുകുന്ന അഷ്ടമുടിക്കായലിനെ കുറിച്ച് കവികളും കഥാകാരന്മാർ ഒരുപാട് എഴുതിയിട്ടുണ്ട്. അത്രയേറെ വശ്യമനോഹരിയാണ് ഈ അഷ്ടമുടി. പക്ഷേ സൗന്ദര്യവതിയായ ഈ അഷ്ടമുടി വാവിട്ടു നിലവിളിച്ച ഒരു ദിവസമുണ്ടായിരുന്നു. അതായത് ഇന്നേക്ക് 38 വർഷങ്ങൾക്ക് മുമ്പ് 1988 ജൂലൈ 8 ബാംഗ്ലൂരിൽ നിന്നും കന്യാകുമാരിയിലേക്ക് വന്ന ബാംഗ്ലൂർ കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസ് കൊല്ലം ജില്ലയിലെ പെരിനാട് റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള പെരുമൺ പാലത്തിൽ നിന്നും അഷ്ടമുടിക്കായലിലേക്ക് മറിഞ്ഞ് 105 ജീവനുകളാണ് പൊലിഞ്ഞത്. 105 കുടുംബങ്ങളാണ് അനാഥമായത്. പ്രിയപ്പെട്ടവരുടെ അടുത്തേക്ക് സന്തോഷത്തോടെ മടങ്ങി വന്ന 105 മനുഷ്യരുടെ സ്വപ്നങ്ങളും സന്തോഷങ്ങളുമാണ് ആ ഒറ്റ നിമിഷം കൊണ്ട് അഷ്ടമുടിയുടെ ആഴങ്ങളിലെ 200ഓളം പേർക്കാണ് പരിക്ക് പറ്റിയത്. മത്സ്യത്തൊഴിലാളികളുടെയും നാട്ടുകാരുടെയും അശ്രാന്ത പരിശ്രമ ഫലമായിട്ട് ഒരുപാട് ജീവനുകൾ രക്ഷിക്കുവാനായിട്ട് സാധിച്ചു. ഗൾഫിലുള്ള ഭർത്താവിനായി കാത്തിരുന്ന പുതുമണവാട്ടി, അമ്മയുടെ കൈപിടിച്ചു നടന്ന കൊച്ചുകുട്ടികൾ, ഒടുവിലത്തെ ശമ്പളവും വാങ്ങി തങ്ങളുടെ പെൺമക്കളുടെ കല്യാണം നടത്തുവാനായിട്ട് ഓടിയെത്തിയ അച്ഛന്മാർ, അവർ മരിക്കാൻ പോവുകയാണെന്ന് സ്വപ്നത്തിൽ പോലും 200ഓളം പേർക്കാണ് പരിക്ക് പറ്റിയത്. മത്സ്യത്തൊഴിലാളികളുടെയും നാട്ടുകാരുടെയും അശ്രാന്ത പരിശ്രമ ഫലമായിട്ട് ഒരുപാട് ജീവനുകൾ രക്ഷിക്കുവാനായിട്ട് സാധിച്ചു. സ്വന്തം ജീവൻ പോലും തൃണവൽഗണിച്ചുകൊണ്ട് 40ഓളം പേരെ രക്ഷപ്പെടുത്തിയ കൊടുവിള സ്വദേശി വിജയന് റെയിൽവേ നിശ്ചയിച്ച നഷ്ടപരിഹാരം ഇതുവരെ നൽകിയിട്ടില്ല. കൂടാതെ 17ഓളം പേർക്ക് അവകാശികളില്ല എന്നുള്ള കാരണം പറഞ്ഞ് റെയിൽവേ അധികാരികൾ അവർക്ക് മതിയായ നഷ്ടപരിഹാരം ഇതുവരെ നൽകിയില്ല. അപകടം നടന്ന് ഇന്നേ വരെ യഥാർത്ഥ കാരണങ്ങളിലേക്ക് നമ്മൾ വിരൽ ചൂണ്ടുന്നുണ്ടോ? റെയിൽവേ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് ഈ അപകടത്തിന് കാരണമെന്ന് അന്നത്തെ സേഫ്റ്റി കമ്മീഷണറായിരുന്ന സൂര്യനാരായണൻ ആദ്യം റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. എന്നാൽ റെയിൽവേയുടെ മുഖം രക്ഷിക്കുവാനായിട്ട് അത് ചുഴലിക്കാറ്റിൽ പിന്നീട് ആരോപിക്കുകയാണ് ഉണ്ടായത്. ദുരന്തം നടന്നയുടൻ അധികാരികൾ തടിയൂരാൻ കണ്ടെത്തിയ ഒരു വിചിത്രവാദമാണ്, അല്ലെങ്കിൽ ഒരു വിചിത്ര സിദ്ധാന്തമാണ് ഈ ചുഴലിക്കാറ്റ് സിദ്ധാന്തം. അങ്ങനെ ഒരു കാറ്റ് അവിടെ അടിച്ചിട്ടില്ല എന്ന് നാട്ടുകാർ ആവർത്തിച്ചു പറഞ്ഞിട്ടും, കൺമുൻപിൽ കണ്ട നാട്ടുകാർ വിളിച്ചു പറഞ്ഞിട്ടും, ആവർത്തിച്ചു പറഞ്ഞിട്ടും ആരും അത് കേൾക്കുവാനായിട്ട് തയ്യാറായില്ല. അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു. ഉച്ചയ്ക്ക് ഏകദേശം 12:56. ചെറിയ ഒരു ചാറ്റൽ മഴ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അന്ന് ഈ ട്രെയിൻ പാലത്തിലൂടെ വരുമ്പോൾ, അതിവേഗതയിൽ വരുമ്പോൾ ട്രെയിൻ പാളം തെറ്റാതിരിക്കാനുള്ള പണികൾ അവിടെ റെയിൽവേ ജീവനക്കാർ നടത്തിയിരുന്നു. അതായത് പാളത്തിലെ ഫിഷ് പ്ലേറ്റുകൾ ഉയർത്തിയതിന് ശേഷം, ജാക്കി വെച്ച് ഉയർത്തിയതിന് ശേഷം പാലത്തിൽ മെറ്റലിടുന്ന പണിയായിരുന്നു അന്ന് നടന്നിരുന്നത്. ഈ സമയം ട്രെയിൻ വന്നാൽ ജീവനക്കാർ മുട്ടിനു താഴെ കൊടി കാണിക്കുകയും അതനുസരിച്ച് എൻജിൻ ഡ്രൈവർ ട്രെയിനിന്റെ വേഗം 10 കിലോമീറ്ററിലും താഴെയായി കുറയ്ക്കുകയുമാണ്. എന്നാൽ അന്ന് ജോലിയിലുണ്ടായിരുന്ന ആ തൊഴിലാളികൾ, ട്രെയിൻ വരാൻ ഇനിയും സമയമുണ്ടല്ലോ, നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് തൊട്ടടുത്തുള്ള കള്ളു ഷാപ്പിൽ ഭക്ഷണം കഴിക്കുവാനായിട്ട് പോയി. ട്രെയിൻ അന്ന് പതിവിലും നേരത്തെ വന്നിരുന്നു. 80 കിലോമീറ്റർ അധികം വേഗതയിലുമായിരുന്നു. ട്രെയിനിൻ്റെ ഓട്ടോമാറ്റിക് സ്പീഡോമീറ്ററിൽ ആ ട്രെയിനിൻ്റെ അതിവേഗത രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ അന്നത്തെ ആ തടി സ്ലീപ്പറിൽ ട്രെയിനിൻ്റെ ആ ഒരഞ്ഞതിൻ്റെ ആ പാടുകളുമുണ്ട്. ഭക്ഷണം കഴിക്കാൻ പോയ തൊഴിലാളികൾ അതോടൊപ്പം പോഷകാഹാരം കൂടി കഴിച്ചതിനാൽ അവർക്ക് പിന്നീടൊന്നും ഓർക്കുവാനേ കഴിഞ്ഞില്ല. ഇതിനിടയ്ക്ക് 1-2 പേർ ഓടിച്ചെന്നപ്പോഴേക്കും
സംഭവങ്ങളെല്ലാം ദുരന്തമുഖമായി മാറിയിരുന്നു. 5 തൊഴിലാളികളുടെ അനാസ്ഥ മൂലം, അവരുടെ ഉത്തരവാദിത്തമില്ലായ്മ മൂലം, അവരുടെ ആ ജോലിയോടുള്ള ആത്മാർത്ഥതയില്ലായ്മ മൂലം 105 ജീവനുകളാണ് പൊലിഞ്ഞത്. 105 കുടുംബങ്ങളാണ് അനാഥമായത്. ഇന്നും റെയിൽവേ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ എത്രത്തോളം ഉത്തരവാദിത്തം കാണിക്കുന്നു എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ്. ഇന്നും ഇന്ത്യൻ റെയിൽവേ ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ അവധാനത കാണിക്കുന്നുണ്ടോ, ആത്മാർത്ഥത കാണിക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് ഈ 38ാം വാർഷികത്തിലും നമ്മൾ അവിടെ ചെന്ന് നോക്കിയാൽ കാണുന്ന കാഴ്ച വളരെ ഞെട്ടിക്കുന്നതും സങ്കടപ്പെടുത്തുന്നതുമായ ലജ്ജാകരമായ കാഴ്ചയാണ്. 105 ആത്മാക്കൾ ഉറങ്ങുന്ന ഈ സ്മാരകത്തിലേക്കുള്ള വഴിയും ഇന്ന് കാട് മൂടിക്കിടക്കുകയാണ്. പാവങ്ങളുടെ ചോര വീണ മണ്ണ് ഇന്ന് സാമൂഹ്യ വിരുദ്ധരുടെയും മദ്യപാനികളുടെയും വിഹാര കേന്ദ്രമായി മാറിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത്. വളരെ ലജ്ജാകരമായ ഒരു അവസ്ഥയാണ്. ആ പാവങ്ങളുടെ ഓർമ്മയ്ക്കായി ഫീനിക്സ് ക്ലബിൻ്റെ പേരിലുള്ള ഒരു സ്മാരക സ്തൂപം മാത്രമാണ് ഇന്ന് അവിടെ ഒരു ഓർമ്മയ്ക്കായിട്ട് നിൽക്കുന്നത്. വർഷത്തിലൊരിക്കൽ രാഷ്ട്രീയക്കാരും അധികാരികളും പൂമാലകളുമായി വന്ന് അവിടെ ക്യാമറയ്ക്ക് മുൻപിൽ വന്ന് പോസ് ചെയ്യാറുണ്ട്. ആത്മാക്കളുടെ സ്മൃതി മണ്ഡപം. പക്ഷേ ഇന്ന് ഈ 38ാം വാർഷികത്തിലും നമ്മൾ അവിടെ ചെന്ന് നോക്കിയാൽ കാണുന്ന കാഴ്ച ആത്മാക്കളോട് പൊറുക്കുവാൻ കഴിയാത്ത കാഴ്ചയാണ് അവിടെയുള്ളത്. ഇന്ന് അവിടെ മദ്യപന്മാരുടെയും ഇഴജന്തുക്കളുടെയും വിഹാര കേന്ദ്രമായി മാറിയിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇതിന് മാറ്റം ഉണ്ടായേ പറ്റുകയുള്ളൂ. ആ ദുരന്തത്തിൽ മരിച്ചുപോയ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഓർമ്മയ്ക്ക് മുൻപിൽ വന്ന് ഒരു തെളിയിക്കുവാനോ ഒരു പിടി പൂക്കളർപ്പിക്കുവാനോ ആഗ്രഹിക്കുന്ന പാവം ബന്ധുക്കൾക്ക്, നാട്ടുകാർക്ക് അങ്ങോട്ടൊന്ന് തിരിഞ്ഞുപോലും നോക്കുവാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമാണ് അവിടെയുള്ളത്. അധികാരികളോടും ഭരണകൂടത്തിനോടും എനിക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ. ഇനിയെങ്കിലും നിങ്ങൾ കണ്ണു തുറക്കൂ. ആ കായലിൻ്റെ അടിത്തട്ടിൽ ഒടുങ്ങിപ്പോയ മനുഷ്യരുടെ ആത്മാക്കൾ ശാപവചനങ്ങളോടെ നിങ്ങളെ നോക്കുന്നുണ്ടാകും. ആ സ്മാരകം സാമൂഹ്യ വിരുദ്ധർക്ക് വിട്ടുകൊടുക്കാനുള്ളതല്ല. അതൊരു ജനതയുടെ കണ്ണീരിൻ്റെ, വേർപാടിൻ്റെ ഒരടയാളമാണ്. അടിയന്തിരമായി ആ പ്രദേശത്തെ കാടുകൾ വെട്ടിത്തെളിച്ച് വഴികൾ സഞ്ചാരയോഗ്യമാക്കി ആ പ്രദേശത്തിന്, ആ മരിച്ചവരുടെ ആത്മാക്കൾക്ക് അർഹമായ പരിഗണനയും ആദരവും നൽകണമെന്നാണ് പെരിനാട് ന്യൂസ് മീഡിയയ്ക്ക് ഈ അവസരത്തിൽ, ഈ വാർഷിക ദിനത്തിൽ പറയുവാനുള്ളത്. അഷ്ടമുടിക്കായലിലെ തണുത്ത ഓളപ്പരപ്പിൽ പാതി വഴിയിൽ സ്വപ്നങ്ങൾ ഒടുങ്ങിപ്പോയ ആ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾക്കു മുൻപിൽ ഇന്നും നീതിക്കായി കാത്തിരിക്കുന്ന ആ ആത്മാക്കൾക്കു മുൻപിൽ ഒരിക്കൽ കൂടി എൻ കണ്ണീർ പൂക്കൾ. പെരിനാട് ന്യൂസ് മീഡിയയുടെ ആദരാഞ്ജലികൾ.